കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കേക്കിന്റെ റെസിപ്പിയാണ്. ഈസിയായി തന്നെ ഏത്തക്കായും സേമിയായും കൊണ്ടൊരു കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സാധാരണ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. സേമിയായും ഏത്തക്കായും കൊണ്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അതിനായിട്ട് ആദ്യമേ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇച്ചിരി കശുവണ്ടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. മൂത്ത് വരുമ്പോൾ ഇച്ചിരി മുന്തിരിങ്ങായും കൂടി ഇതിനകത്തേക്ക് ഇത് വറുത്ത് നമുക്ക് ഇതേ പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി നെയ്യിലേക്ക് ഇത് 2 ഏത്തക്കായാണ്. 2 ഏത്തക്ക നല്ലോണം പഴുത്ത ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ടിട്ട് നമുക്ക് എടുക്കാം. ഏത്തക്ക നല്ലോണം വഴഞ്ഞിട്ട്, നല്ലോണം പഴുത്ത ഏത്തക്ക ആണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ പഴുത്ത് ഒത്തിരി അങ്ങ് വഴുത്തി നെയ്ക്കകത്ത് അങ്ങ് കുഴഞ്ഞു പോകല്ലേ, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ എടുക്കുന്ന പോലെ എടുക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് തന്നെ 1 കപ്പ് പാൽ ഒഴിക്കുവാണ്. 1 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് പാലാണ്. ഇതിലേക്ക് 1 കപ്പ് സേമിയ, വറുത്ത സേമിയാണ് എൻ്റെ ഇരിക്കുന്നത്. വറുക്കാത്ത സേമിയ ഉണ്ടെങ്കിൽ അത് വറുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പാലിനകത്തേക്ക് 1 കപ്പ് സേമിയ ഉണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് നല്ലോണം നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പാലിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വരണ്ട് വരണം സേമിയ അത് ഇതുപോലെ പാലിനകത്ത് വറ്റിച്ചെടുക്കണം. നല്ലോണം സേമിയ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്വല്പം ഒന്ന് ആറിയിട്ട് വേണം നമുക്ക് മറ്റേ മുട്ടയും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. വലിപ്പമുള്ളതാണ് 3 മുട്ട. എനിക്ക് 3 മുട്ട എടുക്കാം. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഇത് ഓരോന്നും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ സേമിയയ്ക്കകത്തിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ഒരു ഇതും കൊണ്ട് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതും കൊണ്ടാണ് അടിച്ചെടുക്കുന്നത്. നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒഴിക്കുക. ഞാൻ വാനില എസൻസ് ഇല്ലാത്തവർ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇടണം. പഞ്ചസാര നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര നല്ലോണം അലിക്കണം നമ്മൾ ഇതും കൊണ്ട്. ഇനി നമുക്ക് സേമിയായും ഏത്തക്കായും ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് സേമിയ ആദ്യം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. സേമിയ ഇട്ടു. നമ്മൾ ഏത്തക്ക അരിഞ്ഞ് നെയ്ക്കകത്ത് വരട്ടി വെച്ചേക്കുന്നത് കൂടെ ഇടാം ഇതിലേക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയുടെയും പകുതി ഭാഗം ഇടുക. നല്ലോണം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സേമിയയും പഴവും മുട്ട എല്ലാം കൂടെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് വെച്ചതൊന്ന് റെഡിയാക്കി ഇടും. ദോശക്കൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണ് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം തീ കത്തിച്ചിട്ടില്ല. മിക്സ് നല്ലോണം എല്ലാ സൈഡിലും ഒരേപോലെ നിരത്തിയിട്ടിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന മുന്തിരിങ്ങായും കശുവണ്ടിയെല്ലാം ഇതിൻ്റെ മേളിലേക്ക് ഇടാം. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നല്ലോണം പാൻ ചൂടാവുന്നിടം വരെ ഫുൾ തീയെ വെച്ചിട്ട് പിന്നെ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെച്ച് 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് വരും. സേമിയായും പഴമൊക്കെ വെന്തതാണ്. അതുകൊണ്ട് 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് കുത്തി നോക്കണം. നമുക്ക് തീ കുറച്ച് വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. സേമിയായും ഏത്തക്കായും കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 20 മിനിറ്റ് അല്ലാണ്ട് 25 മിനിറ്റ് എടുത്തു വേകാൻ വേണ്ടി. ഇതും കൊണ്ടൊന്ന് കുത്തി നോക്കണേ, എന്തോ ഇല്ലെന്ന് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കുത്തി നോക്കണം. നല്ലോണം വെന്തു. അതിലൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പാത്രത്തിൽ ഒന്നും കരിഞ്ഞിട്ടില്ല. കണ്ടോ, പാത്രം 25 മിനിറ്റോളം എടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. കേക്കെന്നും പറയാം. പഞ്ഞി പോലെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, നല്ല പഞ്ഞി പോലെ. ഞാൻ മുറിച്ചിട്ട് നിങ്ങളെ ഒരു കഷ്ണം കാണിക്കാം. കണ്ടോ, മുറിച്ചെടുത്തേക്കുന്നുണ്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, പെട്ടെന്ന് വിട്ടുപോകും അതുപോലത്തെ സോഫ്റ്റ്.
നേരത്തെ നമ്മൾ പൊടിയൊന്നും ചേർത്തിട്ടില്ല, സേമിയായും ഏത്തക്കായും മാത്രമേ ഉള്ളൂ. മുട്ടയാണ് ചേർത്തേക്കുന്നത്. ഈ ഏത്തക്ക ഇടയ്ക്കിടയ്ക്ക് കടിക്കണം, അത് ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.